ഉള്ളി വെച്ചിട്ട് പനി ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, ഈ ഹോസ്റ്റലുകളിലൊക്കെ സിക്ക് റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ടും കോളേജിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പലതിനും ഒരു ഉള്ളി കഷ്ണം നമ്മൾ കഷ്ണത്തിൽ വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. അത് വാസ്തവമല്ലേ? അല്ലേ? ബോഡിയുടെ ടെമ്പറേച്ചർ കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പം പനി വരുമ്പോൾ നമുക്ക് ശരീരം തണുക്കുകയല്ലേ ചെയ്യും, അല്ലേ? അങ്ങനെ എന്തെങ്കിലും വെച്ചായിരിക്കില്ലേ അദ്ദേഹം പറയുന്നത്? പറഞ്ഞത് ഇന്നയാളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ അപ്ലൈ കയറണം. നമ്മളെ ഉള്ളി എയർ കണ്ടീഷൻ വീണ്ടും വന്നിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ കേട്ടത്. ശശികലയാണ് പറഞ്ഞത്. ആ ശശികല പഠിപ്പിച്ച കുട്ടികളുടെ ദുരവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു കുറച്ചൊക്കെ വിവരം ഉണ്ടെങ്കിൽ പറയായിരുന്നു. ഇത് ഒന്നുമില്ലാത്ത ഈ സാധനത്തിന് എങ്ങനെ വിവരമില്ലാത്ത സാധനം എന്ന് വിളിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ വിവരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ വിഷം സ്പ്രെഡ് ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല കേട്ടോ. കാരണം എന്ന് പറയുകയാണെങ്കിൽ എന്നും ഇതിൻ്റെ തലയിൽ മുഴുവനും വിഷം നിറഞ്ഞിരിക്കാനുള്ള, അതിന് എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ചീറ്റണമെന്നുള്ള പറയാൻ പറ്റില്ല. ഏതായാലും ഇപ്പം ഉള്ളിയാണ് അതിൻ്റെ ബാക്ക് കൂടണ്ടെന്ന് പറഞ്ഞത്. അത് പിന്നെ യഥാർത്ഥം തന്നെയാണ്. അത് പിന്നെ എന്താണ്, എവിടെയും തിരികെ വെക്കണം എന്നാണ് പറഞ്ഞത്. ഉള്ളി തിരികെ വെച്ചാൽ പനി ഉണ്ടാവും. പനി ഉണ്ടാവാൻ വേണ്ടി ഉള്ളി തിരികെ വെക്കുമെന്നാണ് പറഞ്ഞത്. പനി ഉണ്ടാവാൻ വേണ്ടി ഉള്ളി തിരികെ വെക്കുന്നു. സാധാരണ പനി മാറാൻ വേണ്ടി ഉള്ളി, ചുക്ക്, കുരുമുളക്, പിന്നെ അതേപോലെ കാപ്പിപ്പൊടി, ശർക്കര ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കാച്ചി കുടിക്കാറുണ്ട് പനി മാറാൻ. പക്ഷേ ഇത് പനി ഉണ്ടാകാൻ ഉടവും തിരികെ വെക്കലുണ്ട്. ഇനി സ്ത്രീകൾക്ക് മാത്രമാണോ പുരുഷന്മാർക്കും ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ആ വിദ്വത്തിനോട് എന്നെ ചോദിക്കണം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പനി ഉണ്ടാവാൻ വേണ്ടി ഉള്ളി ഉടവും തിരികെ വെക്കലുണ്ട്. എനിക്കറിയില്ല ഇവിടെ തിരികെ ചോട്ടിലാണോന്നുള്ള അറിയില്ല, നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും സ്ത്രീകൾക്ക് മാത്രമാണോ ഇത് തിരികെ വെക്കൽ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഏതായാലും അറിവ് ഇല്ല എന്ന് വിളിച്ച് പറയാണ്. ഇത് 21-ാം നൂറ്റാണ്ടാണ്. AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാല. അനങ്ങിയാ ചോദിച്ചാൽ മലയാളത്തിൽ വേണമെങ്കിലും ഇംഗ്ലീഷിൽ വേണമെങ്കിലും ഏത് ഭാഷയിൽ വേണമെങ്കിലും പറഞ്ഞു തരും. ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് പരിചയപ്പെടുത്തി തരും. അങ്ങനത്തെ ഈ കാലത്ത് പനി ഉണ്ടാകുന്നത് തന്നെ തണുപ്പാണ് വരുന്നതെന്ന് പറഞ്ഞത്. ടെമ്പറേച്ചർ നോക്കുന്നത് തണുപ്പാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. പക്ഷേ ഈ വിദ്വത്തി പഠിപ്പിച്ച കുറേ കുട്ടികളെ ആ ദുരവസ്ഥ അപാരം തന്നെ ആയിരിക്കും. ഏതായാലും ഞാനിതിന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളെന്നെ അഭിപ്രായം പറ. എന്താണ് ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പറഞ്ഞാൽ അതൊക്കെ പൊള്ളയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തെറ്റാണോ അതല്ല ഈ വിദ്വത്തിൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ വിദ്വത്തി പഠിപ്പിച്ച കുറേ കുട്ടികളെ ദുരവസ്ഥ തന്നെയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.